എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മേടിച്ച ഡ്രസ്സ് എടുത്തു നോക്കി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അലീനയ്ക്ക്. ഇത് ഭവതിക്കാണോ എന്ന് ചോദിക്കുമ്പം അല്ല എന്ന് പറയും. അത് കഴിഞ്ഞ് കൃഷ്ണമോളുടെ മുഖത്തേക്ക് അലീനയെ നോക്കുന്നേക്കും ഇത് ഞങ്ങൾക്ക് വേണ്ടി മേടിച്ചതല്ല, അലീന ചേച്ചിക്ക് വേണ്ടി ഞാൻ മേടിച്ചതാണ് എന്ന് ഭവതി പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് ഇങ്ങനെ എനിക്ക് വേണ്ടിയോ മോളെ എന്നിങ്ങനെ ചോദിച്ചിങ്ങനെ നിൽക്കുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട്, അതെ ഇതൊരു ചെറിയ കുറ്റബോധം കൊണ്ട് മേടിച്ചതാണ്. ഇന്നാൾ ചേച്ചിയുടെ റൂമിൽ ഒരു വെട്ടികൾ കയറി ചേച്ചിയുടെ ഡ്രസ്സെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞില്ലായിരുന്നോ, അങ്ങനെ നശിപ്പിച്ച ഡ്രസ്സിന് പകരമായിട്ട് ഇവിടെ ഒരാൾ മേടിച്ച് തന്നതാണ് എന്ന് പറയും. അന്നേരം അലീന ആണോ എന്നുള്ള രീതിയിൽ ബബിതയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, അത് അന്നേരത്തെ ഒരു തോന്നലിന് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇനി ഇത് ആരോടും പറഞ്ഞുകൊണ്ട് നടക്കരുത്. അവൾ ആ ദുഷ്ട എൻ്റെ ഡ്രസ്സെല്ലാം നശിപ്പിച്ചു എന്ന് ആരോടും പറയരുത് എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, മോളെ ഞാനത് ആരോടും പറഞ്ഞില്ല, ആകപ്പാടെ കൃഷ്ണമോളോട് മാത്രമേ ഒന്ന് സൂചിപ്പിച്ചോളൂ എന്ന് പറയുമ്പോൾ അതും ഇനി വേണ്ട, ഞാൻ അതിന് പകരം എല്ലാ ഡ്രസ്സും മേടിച്ചിട്ടുണ്ട്, ചുരിദാറും ധാവണിയും അണ്ടർ ഗാർമെൻറ്റ്സും സഹിതം എല്ലാം മേടിച്ചിട്ടുണ്ട്. അതെല്ലാം ഇട്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയണം, നമുക്ക് മാറ്റി മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭവിത റൂമിൽ നിന്ന് അങ്ങ് പോവാണ്. പോയി കഴിയുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട്, ആശാത്തിക്ക് ഭയങ്കര കുറ്റബോധമുണ്ട്, അതുകൊണ്ടാണ് ഈ ഡ്രസ്സെല്ലാം മേടിച്ചത്. ഈ ഡ്രസ്സൊന്നും മേടിച്ചത് അച്ഛൻ്റെ കടയിൽ നിന്നല്ല, പുറത്തൊരു കടയിൽ നിന്നാണ് എന്ന് പറയും. അന്നേരം അലീന ചോദിക്കും, അതെന്തിനാ മോളെ പുറത്തുനിന്ന് മേടിച്ചത്, നമുക്ക് കടയുള്ളപ്പോൾ അവിടുന്ന് എടുത്താൽ പോരായിരുന്നോ എന്ന് ചോദിക്കുവാണ്. അന്നേരം കൃഷ്ണമോൾ പറയുക, ഈഗോ, ചേച്ചിക്ക് ഡ്രസ്സ് മേടിച്ച് തരാൻ ആരുടെയും ഔദാര്യം ആവശ്യമില്ല എന്നൊരു ഈഗോ, അതുകൊണ്ടാണ് പുറത്തുനിന്ന് മേടിച്ചത്. 10,000 രൂപയായി എല്ലാം കൂടെ മേടിച്ചപ്പം, എന്നിട്ട് സ്വന്തം FD അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുകയും ചെയ്തു എന്നൊക്കെ പറയുകയും അലീനയ്ക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞാൽ ഡ്രസ്സ് ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുക. അന്നേരം കൃഷ്ണമോൾ പറയുവാണ്, അതേ ബബിത ചേച്ചി ഇപ്പം അലീന ചേച്ചിയുടെ ഫാനായി. അപ്പോഴും ഒരു കാര്യം ഓർക്കണം, ആദ്യത്തെ ഫാൻ ഞാനാണ്, ബാക്കി എല്ലാവരും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അത് മറന്നു പോകരുത് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അങ്ങ് പോകുമ്പം ആ ഡ്രസ്സൊക്കെ നോക്കി ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുവാണ് അലീന. ഈ സമയം പുറത്തൊരു രജിസ്ട്രേഡ് കത്ത് വന്നിട്ടുണ്ട്. അത് ഒപ്പിട്ട് മേടിച്ചതിന് ശേഷം രോഹിത് എടുത്ത് വായിച്ചു നോക്കുവാണ്. അന്നേരം അത് കോളേജിൽ നിന്നാട്ടോ. കോളേജിൽ നാളെ ഡിസിപ്ലിനറി ആക്ഷൻ്റെ ഹെഡും പ്രിൻസിപ്പളും കൂടി ചർച്ച നടത്തുന്നുണ്ട്. ആ സമയത്ത് രോഹിത് അങ്ങോട്ട് ചെല്ലണം എന്നാണ് ലെറ്ററിൽ പറഞ്ഞേക്കുന്നത്. അതുകൂടാതെ രോഹിത്തിൻ്റെ കൂടെ അലീനയും ഉണ്ടാകണമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചിട്ട് നിൽക്കുമ്പം കൃഷ്ണമോൾ വന്ന് ചോദിക്കും, എന്താണ് എന്ന് ചോദിക്കും. അന്നേരം ഇതാണ് സംഭവം എന്ന് പറയുമ്പോൾ, അയ്യോ അലീന ചേച്ചിയും കൊണ്ട് ചെല്ലാനാണോ പറഞ്ഞത്, അതെന്തിനാ പോലും, മിക്കവാറും അവിടുന്ന് ഡിസ്മിസൽ അടിച്ച് തന്നല്ലോ, അത് ഒഫീഷ്യലായിട്ട് തരാൻ വേണ്ടി ആയിരിക്കും എന്നൊക്കെ കൃഷ്ണമോൾ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അലീന ഇറങ്ങി വരും. എടാ നീ എന്നെ വിളിച്ചായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം വിളിച്ചായിരുന്നു ചേച്ചി, ഇതേ ഈ ലെറ്റർ കോളേജിൽ നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കൂട്ടോ. അന്നേരം അത് വായിച്ചിട്ട് അലീന, അതെന്തിനാണ് എന്നെ കൂടെ കൊണ്ടുവരുന്നത്, ശരിക്കും അച്ഛനല്ലേ കൂടെ വരേണ്ടത്, ഒഫീഷ്യലി നിൻ്റെ ലോക്കൽ ഗാർഡിയൻ അച്ഛനല്ലേ കൂടെ വരേണ്ടത്, എന്നെ എന്തിനാ കൊണ്ടുവരാൻ പറഞ്ഞതുപോലും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവരിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമ്പോൾ കൃഷ്ണമോൾ പറയുക, അത് വേറെ ഒന്നിനോ അല്ല, നീ അന്ന് അവിടെ ചെന്നിട്ട് മാനേജർ അച്ഛനെ പൊളിച്ചടുക്കിയിട്ടല്ലേ അലീന ചേച്ചി ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ട് അതിൻ്റെ പ്രതികാരം വീട്ടാൻ വേണ്ടിയാണ് രണ്ടുപേരോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്. അവർ കമ്മിറ്റിയൊക്കെ വിളിച്ച് നിങ്ങളെ അങ്ങോട്ട് വിളിച്ചു വരുത്തും, എന്നിട്ട് നിങ്ങളെ നല്ല രീതിയിൽ ചീത്ത പറയും. ചീത്ത പറഞ്ഞതിന് ശേഷം ആ ഡിസ്മിസൽ ലെറ്റർ എടുത്ത് കൈ തന്നിട്ട് പൊയ്ക്കോളാൻ പറയും. അതിന് വേണ്ടിയാണ് നിങ്ങളെ വിളിക്കുന്നത്, ഇത് നടക്കാൻ സാധ്യതയുള്ളൂ എന്ന് പറയുമ്പോഴേക്കും അലീന വന്ന് ചെവിക്ക് പിടിക്കും. നിനക്കിതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവോ, ഇല്ലാതെ ചുമ്മ അങ്ങ് വായി തോന്നിയത് പറഞ്ഞേക്കുവാണ് എന്ന് പറഞ്ഞാൽ ചെവിക്ക് പിടിച്ചൊരു കിഴുക്ക് കൊടുക്കുകയെ. അന്നേരം എൻ്റെ ചെവിയിൽ നിന്ന് വിടുക അലീന ചേച്ചി എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട്, ഞാൻ എൻ്റെ ചെവിയിൽ നിന്നെ പിടിച്ച് ഞെക്കിയത് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ എന്ന് ചോദിക്കും. അന്നേരം ഒരു കാര്യം അറിയത്തില്ലല്ലോ, അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ടെന്ന് പറയും. നിനക്ക് ഡാൻസ് ഇല്ലേടി എന്ന് ചോദിക്കും. അത് ഇന്ന് ഈവനിങ് ക്ലാസ് ആണ് എന്ന് കൃഷ്ണമോൾ പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെങ്കിൽ ആകെ ടെൻഷനിലായിട്ടോ രോഹിത്ത്. അവൻ അതും പിടിച്ച് ഇങ്ങനെ നിൽക്കുക. അന്നേരം മോൻ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, എന്ത് സംഭവമാണെങ്കിലും നമ്മൾ അങ്ങോട്ട് ചെല്ലും, അവർ ചോദിക്കുന്നതിനുള്ള മറുപടി തക്കതായ മറുപടി നമ്മൾ തിരിച്ചു കൊടുക്കും, എന്നിട്ട് അവിടുന്ന് തിരിച്ചു പോരുകയും ചെയ്യും, അല്ലാതെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് അലീന രോഹിത്തിനോട് പറയുന്നു. എന്നിട്ട് മോൻ വേണേൽ കുറച്ച് നേരം പോയി കിടന്നോ എന്ന് പറഞ്ഞ് രോഹിത്തിനെ കയറ്റി വിടുക. രോഹിത്ത് അങ്ങ് പോയി കഴിയുമ്പം അലീന കൃഷ്ണമോളോട് ചോദിക്കും, നീ എന്നാ പണിയാണ് കാണിച്ചേ, അവൻ്റെ ആത്മവിശ്വാസം എന്തിനാ വെറുതെ ഇല്ലാതാക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോൾ, അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നോ, കഴിഞ്ഞ ദിവസം വന്നപ്പോഴേ നമുക്കറിയാം ഇതൊക്കെ ഇനി സംഭവിക്കുള്ളൂ എന്ന്, പിന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആകുന്നത്, അതേ നടക്കാൻ സാധ്യതയുള്ളൂ എന്ന് പറയുന്നു. അന്നേരം ആകെ വിഷമമാകുന്നുണ്ട് അലീനയ്ക്ക്. പിന്നെ കഴിയുന്ന രാത്രിയായി ഗുളികയൊക്കെ ഒന്ന് കഴിച്ചിട്ട് അലീന കിടക്കാൻ തുടങ്ങുമ്പോഴേക്കും റൂമിലേക്ക് വൈജയന്തി വരും. വരുന്നത്, ഞാൻ എന്തിനാ വന്നതെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കും. അന്നേരം മനസ്സിലായില്ല എന്ന് അലീന പറയും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, എനിക്ക് ഇന്ന് രണ്ടിലൊന്ന് അറിയണം, ഇനി നീയാണോ ഇവിടെ ജീവിക്കേണ്ടത്
ഞാനാണോ എന്ന് അതിനൊരു ഉത്തരം എനിക്ക് കിട്ടണം എന്ന് പറയും. അന്നേരം അലീന പറയും, എനിക്ക് കുറച്ചുകൂടി സാവകാശം വേണം, എനിക്ക് കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനുണ്ട് എന്ന്. അന്നേരം നീ ഇവിടെ ഒന്നും ഉണ്ടാക്കണ്ട, മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങി തന്നാൽ മാത്രം മതി, അതിന് സമ്മതമാണോ എന്ന് മാത്രം എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, എനിക്കൊരു ഒരാഴ്ചയും കൂടെ തന്നെ എനിക്ക് രോഹിത്തിൻ്റെ കാര്യം ഒന്ന് ശരിയാക്കണം എന്നുണ്ട്, അതോടെ ശരിയാക്കിയിട്ട് ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുമ്പം, രോഹിത്ത് എൻ്റെ മകനല്ലേ, നിൻ്റെ ആരും അല്ലല്ലോ, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. അന്നേരം അലീന പറയും, അവൻ്റെ കാര്യം നോക്കേണ്ടത് മാഡം തന്നെയാണ്, പക്ഷെ ഞാനൊന്ന് തുടങ്ങി വെക്കുന്നതേ ഉള്ളൂ എന്ന് പറയും. അന്നേരം വൈജയന്തിക്ക് അത് ഇഷ്ടപ്പെടുകയല്ലേ. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, അതെങ്ങനെയാണ്, നിനക്ക് ഇവിടുന്ന് പോകാൻ താല്പര്യമില്ല, ഇവിടെ ഇങ്ങനെ തിന്ന് കുടിച്ച് മതിച്ചങ്ങ് ജീവിക്കുമല്ലേ, ഈ സുഖസൗകര്യത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിനക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് നീ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നത്. നീ എന്താ വിചാരിച്ചേ, നീ പറയുന്നതനുസരിച്ച് ഞാൻ ഇവിടെ കിടന്ന് തുള്ളുന്നോ? ഇതിനു മുമ്പ് പലതവണ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് നീ എന്നെ പറ്റിച്ചിട്ടുണ്ട്, ഇനി അത് നടക്കുകയില്ല, രണ്ടിൽ ഒരാളെ ഇനി ഇവിടെ കാണുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നിനക്ക് നാളെ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കും. അന്നേരം അലീന, ഇല്ല പോകാൻ പറ്റിയില്ല എന്ന് പറയുമ്പം, എനിക്കറിയാടി നിൻ്റെ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാം, ഇതിപ്പോൾ ഒട്ടകത്തിന് ഇടം കൊടുത്ത അവസ്ഥയാണ് എനിക്ക്, ഞാൻ പുറത്ത് പോകേണ്ട അവസ്ഥ വന്നു, കുഴപ്പമില്ല ഞാൻ പൊയ്ക്കോളാം, നീ ഇവിടെ അങ്ങ് സുഖിച്ച് ജീവിക്കടി, ഞാനൊന്ന് കാണട്ടെ എന്നൊക്കെ പറയുക. അന്നേരം വീണ്ടും അലീന പറയുന്നുണ്ട്, ഞാനിവിടെ ജീവിക്കാൻ വന്നവളല്ല, എനിക്ക് കുറച്ച് സാവകാശം തന്നാൽ മതി, ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ പറയുമ്പം, നീ കൂടുതൽ ഇങ്ങോട്ട് സംസാരിക്കേണ്ട, എനിക്ക് ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി, നാളെ നീ ഇവിടുന്ന് ഇറങ്ങോ ഇല്ലയോ എന്ന്, എന്താ നിനക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ഒന്നുകൂടി ചോദിക്കുന്നു. അന്നേരം അലീന പറയും, ഇല്ല നാളെ പോകാൻ പറ്റില്ല എന്ന്. അന്നേരം ആയിക്കോട്ടെടി, നീ ഇവിടെ അങ്ങ് ജീവിക്കുക, നീ കുടുംബം വിളിപ്പിക്കുക, ഇത് നശിപ്പിക്കാൻ വേണ്ടി നിനക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ നീ ചെയ്യുക, അങ്ങ് സുഖിക്കിടി എന്ന് പറഞ്ഞിട്ട് അങ്ങ് കരിച്ചിങ്ങനെ നിൽക്കുവാണ്. പറയാവുന്ന ചീത്തയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോകുന്നു. ഭയങ്കര വിഷമമാകുന്നുണ്ട് അലീനയ്ക്ക്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടിയാണ്. രേവതിക്കുട്ടി പട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോഴാണ് ടോണിയുടെ വണ്ടി കയറി വരുന്നത് കാണുന്നത്. അന്നേരം ടെൻഷനോട് ഓടിപ്പോയി അവരുടെ സിറ്റ് ഔട്ടിൽ കയറി നിൽക്കും. എന്നിട്ട് കുറച്ച് നേരം ടോണിയെ നോക്കുവാണ്. അപ്പോൾ ടോണി വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പം ഇന്ന് മദ്യപിച്ചിട്ടൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നോർമലിലാണ്. ടോണി കണ്ടു കഴിയുമ്പോൾ ഒരു പേടി, പെട്ടെന്ന് ഫ്രണ്ട് വാതിൽ അടച്ചിട്ട് അകത്തേക്ക് കയറി പോകും. ആകെ വിഷമിച്ച് നിൽക്കുവാണ് ടോണി അവിടെ. ഈ സമയം അകത്ത് എന്നത്തെയും പോലെ തന്നെ മാമച്ചായനും ഗ്രേസിയും ഇങ്ങടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം രേവതിക്കുട്ടി അങ്ങോട്ട് ചെന്നിട്ട്, ഇവിടെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു, ആ ചെറുക്കൻ പുറത്ത് വന്ന് നിൽപ്പുണ്ട് എന്ന് പറയും. അന്നേരം ഏത് ചെറുക്കനാടി എന്ന് ചോദിക്കുമ്പോൾ, ആ ടോണി എന്ന് പറയുക. അവനാണോ, നിൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ നിൻ്റെ പെണ്ണ് കാണാൻ ആരാണ്ട് വന്ന് നിൽക്കുവാന്ന് ഞങ്ങൾ ഓർത്തല്ലോ എന്ന് പറയും. എന്നിട്ട് എങ്ങനെയാ ഇന്നും അവൻ മദ്യപിച്ചിട്ടാണോ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പം, കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല, പക്ഷേ ഇനിയിപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ബാക്കി പറയാനാണോ വഴക്കുണ്ടാക്കാനാണോ വന്നതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വാതിൽ തുറന്നില്ല എന്ന് പറയും. അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, നീ പോയി നോക്ക്, എന്നിട്ട് അവന് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ വാതിൽ തുറക്കാനൊന്നും പോകണ്ട എന്ന് പറയുന്നു. അന്നേരം മാമച്ചായൻ പറയും, അങ്ങനെയുള്ള പ്രശ്നമൊന്നും കാണിയല്ലായിരിക്കും, നീ പോയി നോക്ക്, വേണമെങ്കിൽ ഞങ്ങൾ വന്നാൽ മതിയല്ലോ എന്ന് പറയുവാണ്. അങ്ങനെ രേവതിക്കുട്ടി ഫ്രണ്ടിലോട്ട് ചെല്ലും. ഈ സമയം ആകെ വിഷമിച്ച് നിൽക്കുമായിരുന്നു ടോണിക്ക് കഴിഞ്ഞ രാത്രിയിൽ സംഭവം ഓർക്കുമ്പോൾ ആകെ നാണക്കേട്, അയ്യേ മോശം ടോണി എന്നിങ്ങനെ തന്നെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ടെൻഷനോടെ നടക്കുവാണ്. അന്നേരമാണ് രേവതിക്കുട്ടി അവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട്, എന്തിനാണ് ഇന്നിങ്ങോട്ട് വന്നത്, കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ബാക്കി വല്ലതും പറയാനാണോ എന്നൊക്കെ ചോദിക്കും. അന്നേരം ഇങ്ങനെ കുറച്ച് നേരം വിഷമിച്ച് നോക്കി എന്നിട്ട് ടോണി അങ്ങോട്ട് കയറിച്ചില്ല. അന്നേരം ഇന്ന് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല മദ്യപിച്ചിട്ടില്ല എന്ന് പറയും. എന്നാൽ എന്താ പറയാനുള്ളത്, എന്താണെങ്കിലും എന്നോട് പറഞ്ഞേരെ, ഞാൻ അവരോട് പോയി പറഞ്ഞോളാം എന്ന് പറയും. അന്നേരം എനിക്ക് കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൽ കുറ്റബോധമുണ്ട്, എനിക്ക് അവരോട് ക്ഷമ പറയണമെന്ന് പറയും. അന്നേരം ക്ഷമ പറയാൻ വേണ്ടി തന്നെയാണോ വന്നത്, കാരണം അവർക്ക് നല്ല രീതിയിൽ ക്ഷീണമുണ്ട്, അസുഖങ്ങളൊക്കെ ഉള്ളതാണ്, കഴിഞ്ഞ ദിവസം ഉറക്കളച്ച് ആ ചീത്ത കേട്ടതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല, അതുകൊണ്ടാണ് തുറന്നു ചോദിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും. എന്നാൽ പോരെ എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറാൻ തുടങ്ങുമ്പോൾ പിന്നെയും ചോദിക്കും, അതേ അകത്ത് കയറി കഴിയുമ്പോൾ സ്വഭാവം മാറുമോ എന്ന്. അന്നേരം ഇല്ല എന്ന് പറയുവാണ്. അങ്ങനെ രേവതിക്കുട്ടി അകത്തേക്ക് ടോണിയെ വിളിച്ചിട്ട് അകത്തോട്ട് കയറി ചെല്ലുമ്പം അവർ രണ്ടുപേരോട് നിൽപ്പുണ്ട്, മാമച്ചായനും ഗ്രേസിയമ്മയെ. അന്നേരം എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും മാമച്ചായൻ. അന്നേരം എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു അബദ്ധം പറ്റിയതാണ്, വിഷമം കാരണം കുറേ മദ്യപിച്ചു, അത് കഴിഞ്ഞപ്പം ഞാൻ എന്തൊക്കെയോ ഇവിടെ വന്ന് വിളിച്ചു പറഞ്ഞു, ഇവിടെ വരെ വന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ, എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല എന്ന് പറയും. അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നീ ഇവിടെ വന്ന് പറഞ്ഞതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല, നീ അത്രയും പെർഫോമൻസ് നടത്തുമ്പം ഞങ്ങൾക്ക് ഒരു ഫോൺ കോൾ മതിയായിരുന്നു പോലീസിലേക്ക്, നിന്നെ അവർ പിടിച്ചുകൊണ്ട് പോയേനെ, പക്ഷേ അത് ചെയ്യാത്തത് നിൻ്റെ മനോവിഷമം ഞങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്, അതേപോലെ തന്നെ മനോവിഷമം ഞങ്ങൾക്കുമുണ്ട്, അത് നീയും മനസ്സിലാക്കണം എന്നൊക്കെ പറയുവാണ്. അന്നേരം
അന്നേരം ടോണി പറയുന്നുണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന്. അന്നേരം ഗ്രേസിമയും ചോദിക്കുന്നുണ്ട്, എടാ മോനെ നിന്നോട് ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ, നീ ഞങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും നിനക്ക് കിട്ടാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഭയങ്കര വിഷമത്തിലാണ് ടോണി. ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ ടോണി അവരോട് പറയുവാണ്, ടോണി ഇതുവരെ അവരുടെ കുഞ്ഞിനെ കണ്ടെത്തിയൊന്നുമില്ല, മോൻ്റെ കുഞ്ഞിനെ കണ്ടെത്തിയൊന്നുമില്ല. മദ്യപിച്ച് കഴിഞ്ഞപ്പോൾ ആ ദേഷ്യം കൊണ്ട് വിളിച്ച് പറഞ്ഞതാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആ കുഞ്ഞിനെ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾക്ക് എന്നെയും കൊണ്ട് എന്ത് സഹായമാണോ വേണ്ടത് അതെല്ലാം ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ കൊടുത്താണ് അവിടുന്ന് പിരിയുന്നത്. പിണക്കമൊക്കെ മാറി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രോഹിത്തിനെയാണ്. രോഹിത്ത് കോളേജിലേക്ക് പോകാൻ തുടങ്ങുകയാണല്ലോ. അന്നേരം ബബിത വന്നിട്ട് ചോദിക്കും, ഇനിയിപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത് ഡിസ്മിസ് ലെറ്റർ കൈ തരാനാണോ, അതിനുവേണ്ടി ആയിരിക്കുമോ ചെല്ലാൻ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ആകെ വിഷമിച്ച് നിൽക്കുക കേട്ടോ രോഹിത്. അവന് ഭയങ്കര പേടിയും ടെൻഷനും ഒക്കെ ഉണ്ട്. പിന്നെ ആകെയുള്ള ഒരാശ്വാസം കൂടെ അലീനയാണല്ലോ എന്നുള്ളതാണ്. രണ്ടുപേരൂടെ അച്ഛനെ കാണാൻ ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിയുമ്പം അച്ഛൻ്റെ സ്വഭാവമൊക്കെ മാറി നല്ലൊരു അച്ഛനായിട്ടുണ്ട്. അച്ഛൻ രോഹിത്തിനോട് പറയുവാണ്, നീ നിരപരാധിയാണ് എന്നുള്ള വിശ്വാസത്തിലാണ് നിന്നെ തിരിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ ഞാൻ അവരോട് സംസാരിച്ചതും സമ്മതിപ്പിച്ചതും. അന്നേരം എൻ്റെ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് നിൻ്റെ കടമയാണ് എന്നൊക്കെ പറയും. എന്നിട്ട് തലയെ തൊട്ട് അനുഗ്രഹിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ആ കാര്യവും സക്സസ് ആയി. ഈ സമയം ആകെ വിഷമിച്ചിരിക്കും കേട്ടോ വൈജയന്തി. രാത്രി പോയി വെല്ലുവിളിച്ചിട്ട് വന്നതല്ലേ, ഞാൻ ഈ അടുത്ത രാത്രി ഇവിടെ കാണിയല്ല നീ ഇവിടെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമല്ലോ എന്നോർത്ത് ആകെ വിഷമിച്ചിരിക്കുവാണ്. അതിനിടയ്ക്ക് ബാലേന്ദ്രനും വൈജയന്തി ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയിലൊക്കെ നോക്കി വിഷമിച്ചിരിപ്പുണ്ട്. പറഞ്ഞ വാക്ക് തെറ്റിക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ട് ആശാത്തി അവിടെ നിന്ന് ഇറങ്ങും. നേരെ തറവാട്ടിലോട്ടാണ് പോകുന്നത്.